ഞാൻ തീരുമാനിച്ചോളെ. റൈറ്റ്. അവര് സംസാരിക്കാനും പറയണ്ട. കാരണം ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട്, 12 പേർക്ക് ഒരു രാജാവിനെ അവർക്ക് കിട്ടിയതല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇട്ടുകൊടുത്താണ്, കത്തി കൊടുത്താണ്. അല്ലടാ കത്തട്ടെ ആള്. അല്ല അത് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവ ഈഗോ വർക്കൗട്ട് ചെയ്യാൻ നോക്കുന്ന. അതായത് ഇപ്പൊ വന്നു കയറിയിട്ട് അവനെ ഇപ്പൊ നമ്മളെല്ലാം കൂടെ ബുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഈഗോ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫയർ വളർത്താനുള്ള പരിപാടിയാണ് ആണ്. പക്ഷെ സീൻ എന്താന്ന് വെച്ചാ ഇവര് വായ തുറക്കാത്തത് എനിക്ക് തോന്നൂടാ. ഇപ്പൊ ആർക്കെങ്കിലൊക്കെ തോന്നും അങ്ങനെ പറയുമ്പോ. ഇവര് വായ തുറക്കാതെ അല്ല അതാ ഞാൻ ഇന്ന് നമ്മൾ മിണ്ടുന്നില്ല. ഇവര് ഓർക്കട്ടെ, ഇവര് വായ തുറക്കട്ടെ. പറ്റില്ല, ഒച്ചയില്ല. എൻ്റെ ഉച്ചക്ക് പോയി. എന്താ പറയുന്നേ? എടാ പറഞ്ഞില്ല ഇവിടെ പ്ലാൻ. സോറി, നോട്ട് ഇൻട്രസ്റ്റഡ്. They have that priority. എന്ത് നമ്മളെ ഇടയിലാണെങ്കിലും കണ്ടന്റുകളുടെ പ്രയോറിറ്റി അവർക്ക് പോകുന്നു. മൊത്തം സാധനത്തിൻ്റെ ഒരു സെറ്റപ്പ് അത് തോന്നുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക ധൈര്യം കിട്ടും, ഒരു വൃത്തികെട്ട ധൈര്യം കിട്ടും. നമ്മളെന്ത് ചെയ്തിട്ടും നമുക്ക് വിഷയമല്ല, ഏത് എന്തും ആവാം. ധൈര്യമാണ് ഈ ചല സഹിക്കാത്തടാ. ആ ധൈര്യമാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബെറ്റർ എന്താ പറയുക, അല്ലെങ്കിൽ ഒരു പവർ ഉപയോഗിച്ചിട്ട് ഒരു നിയമം കൊണ്ട് റൂൾ ആര് ബ്രേക്ക് ചെയ്യുന്നോ അവർക്ക് ശിക്ഷ. എങ്ങനെ ഇവരോട് സംസാരിക്കരുത്, പുതിയ റൂള്. അത് നമുക്ക് എന്താണോ ഇന്ന് നിങ്ങളടിക്കുക. എനിക്ക് എത്ര പറയാനുള്ളൂ, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. ഇന്നല്ല, ഇനി അങ്ങോട്ടുള്ള ഫുഡിന്റെ കാര്യം ഞാൻ കൊടുക്കും. 2-3 ദിവസത്തേക്ക് നിങ്ങൾ സംസാരിക്കണം. ക്യാപ്റ്റനെ ഇപ്പം ക്യാപ്റ്റന് കാണാൻ ഇപ്പൊ റസ്മിനില്ലേ, അവളൊരു വിഷസാധനമാണ് കേട്ടോ. അവള് പറഞ്ഞിട്ടില്ല ജിൻഡോട്ടന്റെ സ്ഥലം ഇവിടെ കാണാനില്ല. അത് നിങ്ങൾ ഞങ്ങൾക്കെതിരെ അവള് കുത്തിത്തിരിച്ച് വിടുന്നതാണ്. എന്റെ സ്ഥലം കണ്ടിടത്തൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ആവശ്യമുണ്ടോ? ഞാനാണെന്ന് അറിഞ്ഞിരിക്കണമെന്ന് എനിക്കറിയാം. കുത്തിത്തിരിച്ചു. അപ്പൊ ഒന്നുമില്ല, ജിൻഡോണ്ണെ എടുക്ക്. ജിൻഡോണ്ണെ കുറച്ച് സ്പേസ് എടുത്ത് സംസാരിക്കട്ടെ. മറ്റവരോടും പറ. അതായത് ഇന്ന് പരമ്പുണ്ടായി. ഞാനൊരു കേസ് പറയാം. ഇവനോട് ചാടി മറ്റേ അവനോടും വന്ന് എന്റെ അടുത്ത് ചാടിയില്ലേ. ഓക്കെ, അതിന് പകരം 12 പേരും അവർക്കെതിരെ അത് ചാടിപ്പോയാ ഒന്നും പറയാൻ പറ്റില്ല, കോർണറായി പോവും. ഇവന്റെ അവളെ ശബ്ദം പുറത്ത് കേൾക്കില്ല. അതായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ അൻസിബ, ശ്രീതു, മറ്റെന്താ ശ്രീരേഖ ചേച്ചി, അവരൊക്കെ ഒരു എല്ലാരും സംസാരിക്കണം. എല്ലാരും ഉണ്ടായിരുന്നു. അർജുനൊക്കെ മണകൊണാൻ്റെ ഈ ആഴ്ച ഇവരെടുത്തിടണമായിരുന്നു. ഈ ആഴ്ച ആരിലൊരാൾ ഇട്ടിരുന്നെങ്കിൽ പോയാനാണ്. അതിന് വന്നില്ലല്ലോ സാധനം. ആരിലൊരാൾ ഈ ആഴ്ച ഇട്ടിരുന്നെങ്കിൽ പോയിരുന്നു. അല്ല, അടുത്ത ആഴ്ച സമയമുണ്ട്. അടുത്ത ആഴ്ച മറ്റേ പ്ലാൻ എങ്ങനെ വർക്കൗട്ടാണ് ഒക്കെ നോക്കാം. പണിയോളൂ. ഇന്നെ ഞാൻ ആദ്യം സൈലന്റ് അടിച്ചുകൊണ്ട് ഒരു വിധത്തിനും പിടിക്കാൻ പറ്റും. ഞാനത് അതെന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വായൊന്നും ഇട്ട് കൊടുക്കരുത്, നമ്മളൊന്നും പറയരുത്. നമ്മൾ ആ സാധനം അത് കഴിക്കാതിരുന്ന് പറഞ്ഞ മിസ്റ്റേക്കാണ്. ഞാൻ പറഞ്ഞു എനിക്കെടുത്ത് മാറ്റി വെക്കാൻ. പിന്നെ എങ്ങനെയാണ് എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ആവുന്നത്? എനിക്ക് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. അപ്പോൾ അവർക്കെടുത്ത് മാറ്റി വെക്കാമായിരുന്നല്ലോ. എന്നിട്ട് ജാനുവിൻ്റെ അടുത്ത് ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഇവിടെ കാണിച്ച പൊറോട്ട നാടകം ഉണ്ടല്ലോ ഒരു ദിവസം. പൊറോട്ടയല്ല എൻ്റെ പൊന്നെ, പൊറാട്ട്. പൊറോട്ട അല്ലേ പൊറാട്ട്. ആ നാടകം ഉണ്ടല്ലോ, എന്താ ചായ കിട്ടാത്തോണ്ട് ഞാൻ ഇനി ആഹാരം കഴിക്കില്ല. അന്ന് ഫുഡ് വേസ്റ്റ് ചെയ്തായിരുന്നു. അന്ന് ഫുഡ് അപ്പൊ പറയണ അതെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നെന്ന്. ശരി, ആര് സ്റ്റോർ ചെയ്തത്? ജാനു സ്റ്റോർ ചെയ്തത്. പിന്നെ എടുത്ത് കളഞ്ഞു. അത് ആരാ സ്റ്റോർ ചെയ്തത്? ജാനു ആണോ? കിച്ചൺ ടീമല്ലേ സ്റ്റോർ ചെയ്തത്. പക്ഷെ അവിടെ ജാനുവിന്റെ തെറ്റ് വരുന്നില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. സ്റ്റോർ ചെയ്ത് വെച്ചത് പിന്നെ എടുത്ത് കളഞ്ഞായിരുന്നു, അതാരും കഴിച്ചില്ല. പോട്ടെ, കളഞ്ഞത് പോട്ടെ, അത് ഓക്കെ, ശരി, കളഞ്ഞു, ഫുഡ് വേസ്റ്റ് ആയി. പക്ഷെ അത് സ്റ്റോർ ചെയ്തത് ജാനു അല്ലേ? ജെൻഡു എത്ര പ്രാവശ്യം ഫുഡ് എടുത്ത് വെച്ചിട്ട് കളഞ്ഞിട്ടുണ്ട്.
ജിൻഡോ പിന്നെ കഴിക്കാൻ പറഞ്ഞിട്ട് എടുത്ത് വെക്കും. എന്നിട്ട് പുള്ളിനെ ഇന്നലെയും കൂടി ആരോ കൊണ്ടുവച്ചൊരു 3 ദോശ ഞാൻ ഇന്നലെ എടുത്ത് കളഞ്ഞു. അവിടെ പാത്രത്തിൽ ഒരു മൂലയ്ക്ക് കൊണ്ട് മാറ്റി വെച്ചേക്കാം. മനസ്സിലായില്ലേ ഗബ്രി? ഇപ്പം ജനങ്ങളിലേക്ക് എത്തിക്കണം, ഇവളാഹാരം വരെ കളയുന്നവളാണ് ഈ സാധനം. എന്നിട്ട് ജിൻഡോടെ നാടകവും കാല് പിടിക്കാൻ ജാസ്മിൻ, ഒന്ന് ആഹാരം കഴിക്കുക ജാസ്മിൻ, കാല് പിടിക്കാൻ. ഇത് അത് കാണുമ്പോൾ ഈ ചിരിച്ചിരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന കുറെ മണ്ടന്മാരും ഒരാൾ ചിരി തുടങ്ങും, അപ്പൊ വേറെ കുറെ ആൾക്കാർ കൂടിരുന്ന് ചിരിക്കും. എന്റെ ഇതായിപ്പോ എന്താ റേസായിപ്പോ എന്താ കൂടിരുന്ന് ചിരിക്കുമ്പോ ഇയാൾ വിചാരിക്കും ഇയാൾ കളിക്കുന്ന എന്തോ ഹീറോയിസം ആണെന്ന്. മതി നിർത്താൻ തലവേദന വരുന്നു. എനിക്കൊരു തലവേദന എടുക്കുന്നില്ല. ഇതിലെവിടാ ന്യായം? ടണൽ നിന്നോട് എന്തെങ്കിലും ചോദിക്കുന്ന എന്നെ വേണം ആദ്യമേ കാലേ വാരി അടിക്കാൻ. അടിക്കട്ടെ. ടണൽ തന്നെയാണ് പവർ റൂമിൽ കയറുള്ളൂ. കാരണം ഇതുവരെ പവർ റൂമിലേക്ക് ആരൊക്കെ കയറിയിട്ടുണ്ടോ അത് ടണലിൽ നിന്ന് പോയാണ്. ഈ റൂമിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. നന്ദന എന്താ പോയി അൻസിബ എടുത്ത് പറഞ്ഞതെന്ന് എനിക്കറിയണം. എന്റെ പൊന്നു ജാസ്മിൻ എന്താണ് ദേഷ്യം വരണം. സൂപ്പർ. നല്ല തണുത്ത വെള്ളത്തിൽ തലമുക്കി കുറച്ച് ഐസ് വെള്ളം എത്രയും വേഗം നിങ്ങൾ ആ കോർട്ടിന്റെ പരിപാടി സെറ്റ് ആ ഒരു കിച്ചൺ ഒതുങ്ങി കഴിഞ്ഞാൽ കോർട്ടിന്റെ പരിപാടി സെറ്റാക്കുക. അത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അടുത്ത് തുടങ്ങും. അപ്പോൾ കോർട്ടിന്റെ പരിപാടി സെറ്റാക്കിയിട്ട് എല്ലാവരെയും വിളിച്ചിരുത്ത് അവര് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ പരിപാടികൾ നടക്കട്ടെ. ഞാൻ വിധി പറയുന്ന സമയത്തില് അഭിപ്രായം പറയാൻ മാത്രം ഞാൻ വോട്ട് മാത്രം ചെയ്യും. ഇനി മോനെ നീ വന്നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് കയറിയതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നമ്മുടെ പിള്ളേരേ ഉള്ളൂ. ഇരുന്നോ നീ, നമ്മളിപ്പോൾ വന്ന് കയറിയതിട്ടേ ഉള്ളൂ. നിങ്ങളിവിടെ 30 ദിവസമായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോഴാണ് അവൻ്റെ വായിൽ നിന്ന് ആ സാധനമൊക്കെ വരുന്നത്. അപ്പൊ ഇവര് പഴയ കാര്യങ്ങൾ പറയും. പണ്ട് ഇവിടെ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ പറയും. പണ്ടത്തെ കാര്യം പറയണ്ടെന്ന്. എന്നിട്ട് അവര് തന്നെയാണുള്ളത് വിഷയമാക്കുന്നത്. അപ്പം എനിക്ക് സംസാരിക്കാൻ വോയിസ് ഇല്ല. പണ്ടത്തെ കാര്യം പഴയ കാര്യമില്ല. തീരുമാനം തീർപ്പാക്കി കഴിഞ്ഞ പിന്നെ അവിടെ ചോദ്യമില്ല ഉത്തരവ്. എന്നിട്ട് അതിൽ വീണ്ടും സംസാരിക്കില്ല. നിങ്ങളെല്ലാവരും അതായത് ഇപ്പൊ അൻസിബ, ജാൻമ, ശ്രീതു, നമ്മളെല്ലാരും പിരിഞ്ഞു പോകും പറഞ്ഞു ഡിസ്പോസ് പറഞ്ഞു. ഓവറായിട്ട് ബഹളം വെക്കുകയാണെങ്കിൽ ഡിസ്പോസ് അടിക്കുക. പിരിഞ്ഞു പോകേണ്ട ആൾക്കാർ പിരിഞ്ഞു പോട്ടെ, അവിടെ നിന്ന് ബഹളം വെക്കുന്ന ആൾക്കാർ ബഹളം വെച്ചോട്ടെ. അത്രയുള്ളൂ. കാരണം ഇത് കേൾക്കാൻ വേണ്ടി എല്ലാരും കൂടെ ഇരിക്കണം. എന്തിനാ കേട്ടോ, അത് ഫീൽ ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, ഡിസ്പോസ് ചെയ്യണേ. ഞങ്ങൾ വെറുപ്പിക്കരുതേ. ഡിസ്പോസ് ചെയ്ത് അവിടെ ഇരിക്കേണ്ടെന്ന് തോന്നുന്ന ആൾക്കാരെല്ലാം എഴുന്നേറ്റ് ഒറ്റയ്ക്ക് നിന്ന് എന്താന്ന് നമ്മളെ കൊട്ടട്ടില് പോവാ. ശരണ്യ എവിടെയാ? ശരണ്യ വീട്ടിലുള്ള ഭൂരിപക്ഷം ജനങ്ങൾ പറയും ആര് തെറ്റ് ചെയ്തു. ജിൻഡോ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന നമുക്ക് അവിടെ ഇരിക്കാം. ഇത് വേണ്ട, ഇവിടെ വേണ്ട, അവിടെ ഇരിക്കാം. അവിടെ ഇരിക്കണം. അവിടെ അവള് കിടപ്പുണ്ടെന്ന്, ജാസ്മിൻ കിടപ്പുണ്ട് അവിടെ. ഇങ്ങോട്ട് വാടി ഉരുണ്ട് നടക്കാതെ തലയൊക്കെ മസാജ് എടുത്തു. പരിപാടി അറിയാലോ അല്ലേ? പരിപാടി നമ്മൾ ഇന്നും നാളെയുമായി ഞാൻ ലീവ് എടുക്കുന്നു. അല്ല, നമ്മൾ ടാസ്ക് പെർഫോം ചെയ്യും. നമ്മുടെ കോർട്ടിലായാലും നമ്മൾ മിണ്ടുന്നില്ല. ടാസ്ക് പെർഫോം ചെയ്യും. ടാസ്ക് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യും. ബാക്കി എനിക്ക് ഈ പ്രഷർ എടുക്കാൻ വയ്യ. എന്റെ ടാർഗറ്റ് ചെയ്യണം അവര് ഭയങ്കരമായിട്ട്. എന്നെ ഭീമാകരമായി ടാർഗറ്റ് ചെയ്യണം. അപ്പൊ പില്ലോ കൊടുക്കട്ടെ, പില്ലോ ടോക്ക്. അല്ല, ഇവരും അലക്കും. അതല്ലേ അല്ല, ആദ്യം അങ്ങനെ ചെയ്യും. ഡീസൻസി പോകുമ്പോൾ യു ടേക്ക് പില്ലോ ഉള്ളവർ സംസാരിക്കുക. എന്നിട്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുക്കുക സംസാരിക്കാൻ. ജാസ്മിനും ഗബ്രി, അതായത് ഒരു പരാതിക്കാരിക്ക് 2 സാക്ഷികൾ.
കുറ്റക്കാരനും 2 സാക്ഷികൾ. നമ്മൾ ചർച്ച പരിഹാര കമ്മിറ്റിയാണ്, കോടതിയല്ല. ചർച്ച പരിഹാര കമ്മിറ്റി. ഓക്കെ, പ്രശ്ന പരിഹാര കോർട്ടിന്റെ മലയാളം. ബിഗ് ബോസ് ചർച്ച പരിഹാര പവർ ഹൗസിന്റെ. എന്നിട്ട് ഇത് പറയാം, ആദ്യമേ ഇതിന്റെ പരിപാടികളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഞങ്ങളല്ല വിധി പറയുന്ന ആൾക്കാർ. വിധി പറയുന്ന ആൾക്കാർ നമ്മുടെ വാദിക്കും പ്രതിക്കും എന്താ പറയുക, ഓരോ അഭിഭാഷകനോ അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അവർക്ക് വേണ്ട സാക്ഷികൾ 1 2 ആൾക്കാരെ ഇവിടെ ഇതാക്കാം. ഇതെല്ലാം ജഡ്ജ് ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നമ്മൾ ഉൾപ്പെടെയുള്ളവരാണ്, എല്ലാവരുമാണ്. അപ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിലൊരാളായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ ശിക്ഷ കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളതിൻ്റെ മെജോറിറ്റി അനുസരിച്ച് ശിക്ഷ കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രശ്നപരിഹാര. വാദിക്കും പ്രതിക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല. വാദിക്കും പ്രതിക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പോൾ ഇത് ഈ ഒരു ചർച്ച മധ്യസ്ഥം വഹിക്കുന്നത് നമ്മുടെ ശരണ്യ. നമ്മളെല്ലാം സാധാരണ ആൾക്കാരെ പോലെ അവരുടെ കൂട്ടത്തിൽ തന്നെ നമുക്കിരിക്കാം. ശരണ്യ മാത്രം സെന്ററിൽ ഇരുന്ന് അത് മോഡറേറ്റ് ചെയ്യട്ടെ. ഓക്കെ, പവർ ടീമിനാണെങ്കിൽ വേറെ സെപ്പറേറ്റ് സ്ഥലത്തിരിക്കാം. പവർ ഫീല് എന്നിട്ട് സെറ്റ് ചെയ്യാം. വിളിച്ചോ? അല്ല, 5 മിനിറ്റ് ഫിനിഷ് ചെയ്തിട്ട് വിളിക്കാം. അല്ലേ, നമ്മൾ ലേറ്റ് അപ്പോഴേക്കും ലഞ്ച് ടൈം ആയി. അവർ നമ്മൾ ലഞ്ചിന് അപ്പൊ തന്നെ ഞാൻ കിച്ചണിൽ പോകും. കാരണം ആ കിച്ചന്റെ ഇവിടെ ജോലി കഴിഞ്ഞിട്ടില്ല. ആണോ? അപ്പൊ ഒന്ന് കിച്ചൺ അറ്റൻഡ് ചെയ്യണ്ടല്ലോ. അവിടെ ബാത്റൂം സൈഡിലുണ്ട്. അത് ആവശ്യം എടുത്ത നെയിൽക്കട്ടർ എവിടെയുള്ളത്? ഇങ്ങോട്ട് വാട ഇറങ്ങി മരിച്ച ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് എന്റെ ഇന്നെന്തോ കിട്ടും. എല്ലാ ഹുഡി പോലെയാണല്ലോ. എല്ലാം വോട്ടും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പവർ റൂമിൽ കയറി ഡിസ്കസ് ചെയ്തിട്ട് അഭിപ്രായമല്ല, പിന്നെ ശിക്ഷയാണ്. പിന്നെ നേരെ ശിക്ഷയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് നോക്കി എല്ലാവരും. അപ്പോൾ പൂജ തന്നെ പറഞ്ഞു, അപ്പോൾ എല്ലാവരുടെയും ഇതിൽ പിന്നെ ആൾ കുറ്റക്കാരനല്ലാന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശിക്ഷയൊന്നുമില്ല. താങ്ക് യു. അപ്പോൾ ഇനി ആർക്കെങ്കിലും മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറയാ, ടേക്കപ്പ് ചെയ്യാം. അയ്യോ, അവിടെ നിന്ന് ഡിസ്പോസ് പറഞ്ഞിട്ട് പോകാനാണ് നല്ലത്. അല്ല, അടുത്ത എന്തായാലും ജിൻഡോട്ട് ഞാൻ എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. സായി പറയും, അവൻ്റെ വിളിച്ചു. പിന്നെ സായി സാധനം അടിക്കും. അതൊക്കെ വരായിരിക്കും ആടാ. അതല്ല ഞാൻ ലീവ് എടുത്ത നൈസായിട്ട്. കോർട്ടിൽ ലീവ് എടുക്കരുത്. ഇന്ന് ഋഷി മോനെ, എനിക്ക് നിന്നെ വിശ്വാസമാണ്. നിന്റെ ഉള്ളിൽ ഇതിനപ്പുറത്തേക്ക് സാധനങ്ങളുണ്ട്. അതിന്ന് വെളി വരണം. അവിടെ പോയി പറ. പവർ ടീം മൈൻഡ് ചെയ്യുന്നില്ല. പവർ ടീമിനെ വിളിച്ചെന്നല്ലേ ഉള്ളൂ. അതെന്താ ബ്രോ, എനിക്ക് തമാശയൊന്നും പാടില്ലേ? പാടില്ല. എന്നോട് മാത്രം എന്താ ബ്രോ ഇത്ര സീരിയസ്? അതാണ് നിന്റെ കുഴപ്പം. ഞാൻ പറഞ്ഞില്ല, അതാണ് നിന്റെ കുഴപ്പം. എടാ ഗബ്രി, എനിക്ക് 24 മണിക്കൂർ സീരിയസ് ആവാൻ പറ്റത്തില്ല. അയ്യോ, പറ. എടാ വിളിക്കുന്നില്ലേ? വിളിക്കും. സോറി, കുഴപ്പമില്ല. എന്റെ ബെഡ് തന്നെ എന്ത് പറഞ്ഞാൽ ഞാൻ പേഴ്സണലിറ്റി ചോദിക്കും. പേഴ്സണലിറ്റി കാണിക്കുന്നത് സാബിനിക്ക് 5 കൊടുത്തേ. സോ ഇന്ന മോർണിംഗ് ഞാൻ ഒരു ദിവസം ഞാൻ എഡിറ്റ് ഷായത്തിൽ കൂടെ എഡിറ്റ് അത് 4 പീസൊക്കെ എൻ്റെ ടീമൊക്കെ ഞാൻ കൊടുത്ത് കഴിഞ്ഞിട്ട് അവന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ കഴിച്ചത്. ഞാൻ വൈ ഓൾവേസ് മൈ ഫുഡ് ഞാൻ പേഴ്സണലിറ്റി ചോദിക്കാം. ഞാൻ കേട്ടു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ ചെയ്യും പറഞ്ഞ ഞാൻ കേട്ടു. If my friend, I will give. If I like you, I'll give 1. If I don't like you, I'll not give any 0 also. Your food നിങ്ങൾക്ക് എന്തും ചെയ്യാം. So why he is ചോദിച്ച content ഇല്ല വേറെ. നിങ്ങൾ നല്ലോണം ചോദിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചോ? എന്റെ മരുന്നായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, ആരെങ്കിലും എടുക്കട്ടെ, ക്യാപ്റ്റൻ എടുക്കട്ടെ.
ഞാൻ പോയി വാങ്ങിക്കാം. എടാ ഞാൻ പോയി വാങ്ങിക്കാന്ന്. ആദ്യം പ്രതി അറിയിക്കണം. അത് രണ്ടുപേരും അറിയിക്കണം. നമ്മൾ ഈ പരിപാടി എടുക്കാൻ പോവാണ്. അരമണിക്കൂർ പരിപാടി തുടങ്ങാം. ശ്രീധന്റെ അമ്മയല്ലേ തമിഴ്? അച്ഛനാണോ തമിഴ്? ആരാണ് തമിഴ്? എന്റെ പേര് മലയാളിയാ. നീ വളർന്നത് ചെന്നൈയിലാണെന്നേ ഉള്ളൂ, പഠിച്ചതൊക്കെ വീട്ടിലൊക്കെ അപ്പൊ മലയാളം അല്ലേ സംസാരിക്കുക? മലയാളം ഫ്രണ്ട്സ് ഫുള്ള് തമിഴ്. നിന്റെ ഫ്രണ്ട്സ് തമിഴ് ഇവിടുത്തെ? അതോ വീട്ടുകാരുടെയോ? വീട്ടുകാരുടെ മീൻസ് നിന്റെ അമ്മയുടെ അച്ഛന്റെ ഫ്രണ്ട്സ് ആണോ നിന്റെ ഫ്രണ്ട്സ് ആണോ? ഇല്ല, എന്റെ വിത്തിൻ 10-15 മിനിറ്റ്സ് ഇപ്പം എല്ലാവരും കൂടും. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഇനിയും ആരെങ്കിലും വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് 1-2 പേരെ വിളിക്കണമെങ്കിൽ വിളിക്കാം. ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. 15 മിനിറ്റ്സിൽ നമ്മളുടെ ആ ഒരു കോർട്ടിന്റെ പദ്ധതി ഉണ്ട് കേട്ടോ, കമ്മിറ്റിയുടെ. ജിൻഡോ ചേട്ടാ, 15 മിനിറ്റ്സ് മാക്സ് ടു മാക്സ്. നമ്മളുടെ കമ്മിറ്റി മീറ്റിംഗ്. എല്ലാരെയും അറിയിച്ചല്ലോ. ജിൻഡോ ചേട്ടാ, 15 മിനിറ്റ്സ് ഉണ്ട്. 15 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ കമ്മിറ്റി ചർച്ച, ഇന്നലത്തെ വിഷയം കോഡ്, അത് നമ്മൾ പറയും കേട്ടോ എല്ലാവരും. ഇന്ന് ഞാൻ കരളിൽ ഒരു കറുപ്പ് രസം. ഞാൻ പറയട്ടെ, കുറച്ച് സ്റ്റൈലിഷ് അതാണ്, നന്നായി കാണുന്നത് ഇതാണ്. രസം കറക്റ്റ് പറയും. നിന്നൊന്നും വിശ്വസിക്കാൻ കൊള്ളടോ ഇല്ലേ? ചോദിച്ചാ ഞാൻ ആദ്യം അതെന്നല്ലേ പറഞ്ഞേ, പക്ഷെ മറ്റേത് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ട്, മോഡേൺ ആയിട്ട്. കമ്മല് മാത്രമല്ല ഇടണല്ലോ. ഇതിടാം. മീറ്റിംഗ് ഉണ്ടെന്ന് അപശ്രുതി കേട്ടു. അതെന്റെയാ. ഞാൻ റെസ്പെക്ട് തരുന്നില്ല, റെസ്പെക്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്ന് വിളിച്ച് സംസാരിച്ചു എന്നുള്ളതായിരുന്നു പുള്ളിയുടെ അലിഗേഷൻ. എന്നിട്ട് പറഞ്ഞു നീ ആരാ. പിന്നെ ഇന്നലെ തൊട്ട് എന്നെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്തോന്നാ. പിന്നെ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരുന്നെന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. നീ അങ്ങനെ ഓർക്കുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
കാലേ വാരി നിലത്ത് അടിച്ചേന് എന്ന് പറയുന്നത് ഉറപ്പായും ഡിസ്റെസ്പെക്ട് ആയിട്ട് സംസാരിക്കുന്നതാണ്. ഡിസ്റെസ്പെക്ട്ഫുൾ അല്ല, ഭീഷണിയാണത്. ഇനിയും കാലേ വാരി നിലത്ത് അടിക്കാനുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു പോകാനാണെങ്കിൽ കുറെ പറഞ്ഞു പോവാം. അതാ ത്രെറ്റ് ആണത്. ഇറ്റ്സ് എ ഫിസിക്കൽ ത്രെറ്റ്. എനിക്കിതൊരു ഫിസിക്കൽ ത്രെറ്റിലോട്ട് പോകുന്നതിലും എനിക്ക് അയാൾ അവിടെ കൊണ്ടുവന്നത് പുള്ളി എന്ന് വിളിച്ചത് ഡിസ്റെസ്പെക്ട് ആണെങ്കിൽ കാലേ വാരി നിലത്തടിച്ചെന്ന് പറഞ്ഞത് അതിലും വലിയ ഡിസ്റെസ്പെക്ട് ആണ്. എനിക്ക് ഫിസിക്കൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനത്തിലോട്ട് എനിക്ക് പോകണമെന്നില്ല. എനിക്ക് ആ ഡിസ്റെസ്പെക്ടിനുള്ള സാധനം കൊടുത്താൽ അത് കഴിഞ്ഞു. അത് അങ്ങനെ ഒരു അലിഗേഷൻ നിൽക്കെ വീണ്ടും ബാത്റൂമിന്റെ ക്ലീനിങ്ങിന് അയാൾ പോയി ക്ലീൻ ചെയ്തു. അത് ക്യാപ്റ്റന്റെ വലിയ മനസ്സ് മഹത്വവും കാരണം അയാൾ പോയി ക്ലീൻ ചെയ്തിട്ട് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു. നീ എടുക്കേണ്ട പണി ആടി ഞാൻ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നേ, നിന്റെ നീ പോടി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയാം. നീ എടുക്കേണ്ട പണി ആടി ഞാൻ ചെയ്തോണ്ടിരിക്കുന്നേ. റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇനി ഇവരെ എങ്ങനെ പറയാന്നുള്ളത് ഞാൻ ആലോചിക്കണം അല്ലേ? എനിക്ക് ആരെയും ട്രിഗർ ചെയ്യണ്ട. എന്റെ നെഞ്ചത്തോട്ട് ഒന്ന് കയറിയാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പോകും. അതാ അയ്യോ, ഞാനിപ്പോ എല്ലാവരും ഓടി നടന്ന് മെക്കെട്ട് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് തണുക്കുന്നതാ. ഇന്നലെ രാത്രി ഇവിടെ തല വെട്ടിപ്പൊളിഞ്ഞ് കിടന്നതാ. പിന്നെ ഒരുത്തിനെ വട്ടം കൂട്ടിയിട്ട് ഇടിക്കണം കണ്ടപ്പോഴാണ് ഞാൻ ഇറങ്ങി വന്നത്. എടാ ഞാൻ എന്തോ പറയാൻ ഞാനപ്പോ ഇറങ്ങി വന്നില്ലെങ്കിൽ നീ അവിടെ ഇരുന്ന് കരഞ്ഞേനെ. ഞാൻ കരയില്ല ബ്രോ, ഗബ്രി ഞാൻ കരയില്ല. എന്റെ കയ്യിൽ നിന്ന് അവിടെ ഞാനിവിടെ എന്താ മിണ്ടാനെന്നറിയാമോ? പറഞ്ഞോട്ടെ, പറഞ്ഞ എന്താന്ന് വെച്ചാൽ കിടന്ന് കാണിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഗബ്രി, ഈ 17 പേരെടുത്ത് നമ്മൾ ഇരുന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ഈ ഒന്നും ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആവുന്നത്. എന്താന്ന് വെച്ചാൽ കാണിച്ചിട്ട് പോട്ടെ, ഞാൻ തളരില്ല, ഇത് എന്നെ എഫക്ട് ചെയ്യില്ല. ഇത്രേ ഉള്ളൂ എന്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പൊ. പവർ ടീം, ഞങ്ങൾക്ക് ക്യാപ്റ്റൻ കംപ്ലൈന്റ് ഉണ്ട്. ക്യാപ്റ്റൻ പബ്ലിക്കായിട്ട് വന്നിട്ട് തുണി ഊരി. ഞങ്ങൾ അനുവാദമില്ലാതെ ക്യാപ്റ്റനൊക്കെ പരാതി ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സ്വീകരിക്കണം. പവർ ടീം സ്വീകരിക്കണോ? മ്യൂസിക് വിത്ത് ബോഡി മസിൽ. പുള്ളി ഊരി കാണിച്ച പോലെ ജസ്റ്റ് അനക്കി കാണിച്ചു. നമ്മൾ ചെയ്യുന്നത് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവരാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ കണ്ടന്റ് കൊടുത്തോണ്ട്. പിന്നെ സത്യം പറഞ്ഞ ഇതിനെന്തോ ചെയ്താ കൊള്ളാം. കറക്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അതും പ്രശ്നം. വേറൊരു സദസ്സിൽ ചെന്ന് നീ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കും. കോണ്ടന്റ് മരുന്ന് കഴിച്ചപ്പോ ഉറങ്ങാൻ തുടങ്ങിയ എന്താ ചോദിച്ചേ? നീ ഗ്രാമർ തിരുത്തി കൊടുക്കാൻ പോയല്ലോ. ഇനി അതൊക്കെ അവര് നമ്മളെ അറ്റാക്ക് ചെയ്യണ സമയത്ത് നിങ്ങൾ എന്താ പറയണേ? നിങ്ങൾ പറയണതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ടോ? അല്ലല്ല, ഞാൻ അത് മനസ്സിലായി. അല്ല, ഞാൻ കുറ്റമായിട്ടല്ല, ഞാൻ നിങ്ങളുടെ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് ഇവിടെ എല്ലാവരും പറയണു ഞാൻ അവരെ അറ്റാക്ക് ചെയ്യണു. റസ്മിനെ ഇന്ന് വരെ എന്റെ പേര് വരാത്തൊരു സ്ഥലത്ത് വെറുതെ കയറി ചെന്ന് ഞാൻ ഒച്ചപ്പാടുണ്ടാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നെ ഇങ്ങോട്ട് പറയാത്ത ഒരാളുടെ അടുത്ത് ഒരു കാര്യമില്ലാതെ വെറുതെ അകാരണമായിട്ട് ഒരു കോണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി എവിടെയാ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയാണ്? എവിടെ? ഇവളുടെ കാര്യം അയ്യോ, ഇവിടെ ഋഷിക്ക് അൻസിബയ്ക്ക് വേണ്ടി സംസാരിക്കാമെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവർക്ക് എല്ലാവരുടെയും കാര്യം സംസാരിക്കാമെങ്കിൽ ഇവളുടെ കാര്യം ഞാൻ സംസാരിക്കും. അത് എനിക്കത് പറയണ അത് അകാരണമല്ല. അകാരണം ഇസ് ഡിഫറെന്റ്. അകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടന്റിന് വേണ്ടി ഒരു കാര്യമില്ലാതെ സംസാരിക്കും. എന്റെ നരച്ച മുടിയല്ലേ നീ ഇപ്പൊ പറിച്ചെടുത്തേ? ഒരു കാര്യമില്ലാതെ പോയി സംസാരിക്കുന്നതും എന്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ നിൽക്കുന്നതും രണ്ടാണ്. അല്ല, നീ എന്നോട് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നീ ചോദിച്ചതിനുള്ള മറുപടി തെറ്റല്ലേ പറഞ്ഞേ? ആ കാരണം എന്നോ ഞാൻ ചോദിച്ചത്? ഇവൾക്ക് വേണ്ടി നിൽക്കുന്നത് കാരണം തന്നെയല്ലേ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് എനിക്ക് മനസ്സിലാവുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്. ഇവിടെ ബാക്കി എല്ലാവർക്കും പരസ്പരം കളിക്കാം, അവരെ സപ്പോർട്ട് ചെയ്യാം. ഋഷി വന്ന് ഓപ്പൺ ആയിട്ട് പ്രഖ്യാപിക്കണു ആൻസിബേനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ഇവൾക്ക് ഞാൻ പ്രൊട്ടക്ട് ഒട്ടിച്ചു കൊടുത്തായിരുന്നു, അപ്പൊ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പാടില്ലേ? പ്രൊട്ടക്ട് ചെയ്യണം. അതാ കാരണമല്ല. ഞാൻ ചോദിച്ചത് അനാവശ്യമായിട്ട് എന്നെ ട്രിഗർ ചെയ്യാതെ അല്ലെങ്കിൽ ഇവളുടെ കാര്യം പറയാതെ. ഇവളുടെ കാര്യത്തിൽ എപ്പോഴും ഒന്നും ഞാൻ ഇടപെടാറില്ല. ഇവളെ 12 പേര് ഒരുമിച്ച് നിന്ന് ഇവളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കി നിൽക്കാനായിട്ട് എനിക്ക് അത്രയ്ക്കും മന്ദബുദ്ധിയൊന്നുമല്ല. ഞാൻ ചെന്ന് വർത്താനം പറയുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ തീർന്നു. അത് ഇവളുടെ അടുത്ത് നിന്ന് മാറി എൻ്റെ മേത്തേക്ക് വന്നു, അത് അവിടെ തീർന്നു. അത് കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ വന്നോട്ടെ. പക്ഷെ അപ്പം പോലും എല്ലാവരെയും ഓടി നടന്ന് ഞാൻ കുത്തണില്ല.
എന്റെ അടുത്തേക്ക് വന്ന് എന്നെ അറ്റാക്ക് ചെയ്യണമൊക്കെയാണ് തിരിച്ച് ഞാൻ കൊടുക്കുന്നത്. ജാൻമണി ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞ് മേടിച്ചതാ. ജാൻമണി അന്ന് പറഞ്ഞ ഡയലോഗിന് പോലും ഇന്ന് വരെ ജാൻമണിയുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് പോയി ഒരു വർത്താനം പറഞ്ഞിട്ടില്ല. എന്നിട്ട് മറ്റേ പോയിട്ട് സിനിമയൊക്കെ കണ്ട് പെപ്സി കുടിച്ച് പോപ്കോൺ. എന്തായാലും എന്റെ ആൾക്കാർ സിനിമകൾ സ്റ്റാർട്ട് ചെയ്യണം. ഇന്നലെ സംസാരിച്ച് വന്നപ്പോ ഞാൻ ഗബ്രി എന്നുള്ള വാക്കിന്റെ വായോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇവളെ കാര്യം കേൾക്കാൻ വേണ്ടിട്ടാ വിളിച്ചിരുത്തി. ഇവള് സംസാരിക്കുന്ന കൂട്ടത്തിലൊക്കെ ഗബ്രി 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 ഞാൻ ചോദിച്ചു, എടി ഞാൻ ഗബ്രിയിൽ ചോദിച്ച ഞാൻ ഈ പറഞ്ഞ നമ്മളെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാ. ഞാൻ ഈ ജാസ്മിനെ കുറിച്ച് മാത്രമേ ചോദിക്കുന്നുള്ളൂ. എനിക്ക് അത് അറിഞ്ഞാ മതി, കൂടുതൽ എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് പറഞ്ഞ് എല്ലാവരും അതെ ഓള് ഫുള്ള് കറുപ്പ്. ഞാൻ പോയി മാറ്റിയല്ലോ എന്നാ. അല്ല നോക്ക്, ഞാൻ പോയി മാറ്റിയല്ലോ. ഒരു കാര്യം, ഇനി ഞാനിവരും കൂടെ ഉള്ളു ബ്ലാക്ക് ബ്ലാക്ക്. ഞാനിവരും കൂടെ ഉള്ളു ബ്ലാക്ക് ബ്ലാക്ക്. ഇടറാ ബ്ലാക്ക്, ഈ റൂമിൽ ഇടറാ ബ്ലാക്ക്. കോർട്ടിലെ പ്രതിഷേധം. ഒന്നാമത് ഇത് മലയാളം ബിഗ് ബോസ് ആണ്. ഇംഗ്ലീഷിൽ സംസാരിക്കും, അറ്റ്ലീസ്റ്റ് ഗ്രാമർ കറക്റ്റ് ചെയ്തിട്ടെങ്കിലും സംസാരിക്കും. ഹൂ ദ ഹെൽ ആർ യു എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. മിണ്ടാണ്ട് പവർ റൂമിന്റെ അധികം മിണ്ടാതെ അപ്പൊ തന്നെ പവർ റൂമിന്റെ അധികം കയറി പോയില്ലേ. അവർക്ക് പവർ റൂം ഇപ്പൊ പ്രൊട്ടക്ഷൻ ഫേസ് ആയില്ലേ. നല്ല കാര്യം, പേടിച്ചൊളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം പവർ റൂം. എനിക്ക് പക്ഷെ അർജുൻ പൊട്ടണ കാണണമെന്നാണ്. ഇന്ന് ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോ ഫുഡ് വേസ്റ്റ് ചെയ്തോ? എനിക്ക് ചെയ്യാം. അപ്പൊ ഞാനപ്പോ ചോദിച്ചത് ആരാണ് ജാൻമണി ദാസ്? ഇവിടെ അപ്സരിച്ച് അവിടെ പറഞ്ഞു ഞങ്ങൾ ഫുഡ് മാറ്റി വെച്ചത് ജാസ്മിനാണ് കഴിക്കായിരുന്നത്. അപ്പൊ അപ്സരിച്ച് പറഞ്ഞു ഓക്കെ ഞങ്ങളുടെ ഭാഗത്താണ് കേട്ടോ. അപ്പൊ ഉടനെ ഇവര് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തല്ല, ഫുഡ് കഴിക്കാതിരുന്ന ആളുടെ ഭാഗത്താ തെറ്റ്. ശരി, എന്നിട്ടാണ് ഈ സ്റ്റാൻഡിൽ കൊണ്ടുപോയത് രാവിലെ. അത് ഞാൻ എപ്പോഴെങ്കിലും എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു അവളുടെ കാര്യം. അത് പറഞ്ഞതാ.